ഇനി നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പിന്റെ CS3 വേർഷനെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് അഡോബ് ഫോട്ടോഷോപ്പ് CS3യുടെ വർക്ക് സ്പേസ് എൻവയൺമെന്റ്. ശ്രദ്ധിക്കുക, നാം മുൻപ് പഠിച്ച വേർഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇവിടെ വർക്ക് ചെയ്യാൻ കൂടുതൽ ഏരിയ ലഭിക്കത്തക്ക വിധമാണ് വർക്ക് സ്പേസിൽ ടൂൾ പാലറ്റുകളും മറ്റു പാലറ്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ വർക്ക് സ്പേസിനെ നമ്മുടെ ആവശ്യാനുസരണം മാറ്റുന്നതിനു വേണ്ടി ഓപ്ഷൻസ് ബാറിൽ വർക്ക് സ്പേസ് എന്ന പേരിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഈ ഓപ്ഷനിൽ നിന്നും നാം ചെയ്യുന്ന വർക്കിന് അനുയോജ്യമായ വർക്ക് സ്പേസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്കിതിൽ നിന്നും വാട്ട് ഈസ് ന്യൂ ഇൻ CS3 എന്ന വർക്ക് സ്പേസ് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി യെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇനി മെനു ബാറിലെ ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്യുമ്പോൾ CS3യിൽ പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. അതുപോലെ പ്രിന്റിംഗ് വർക്ക് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള പ്രിന്റിംഗ് ആൻഡ് പ്രൂഫിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രിന്റിംഗിന് ആവശ്യമായ പാലറ്റുകൾ മാത്രമാണ് വർക്ക് സ്പേസിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനാവശ്യമായ ഓപ്ഷൻസ് ആണ് ഓരോ മെനുവിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇനി ഡീഫോൾട്ട് ആയിട്ടുള്ള വർക്ക് സ്പേസ് ലഭിക്കുന്നതിന് വേണ്ടി ബേസിക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഇവിടെ കാണുന്ന ഓരോ ഓപ്ഷനും നമുക്ക് വിവിധ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവിടെ പാലറ്റിന് മുകളിലായി കാണുന്ന എക്സ്പാൻഡ് ഡോക്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഐക്കൺസ് രൂപത്തിൽ കാണുന്ന ഈ പാലറ്റുകൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഓരോ നിശ്ചിത പാലറ്റും സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുവാനും സാധിക്കും. ഓരോ ഐക്കണിന്റെ മുകളിലും മൗസ് പോയിന്റർ കൊണ്ടുവച്ചുകൊണ്ട് നമുക്ക് ആ നിശ്ചിത പാലറ്റിന്റെ പേര് മനസ്സിലാക്കാവുന്നതാണ്. അതുകൂടാതെ വർക്ക് സ്പേസിൽ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു കിടക്കുന്ന പാലറ്റുകളും ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഐക്കൺസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പാലറ്റുകൾ കിടന്നിരുന്ന ഏരിയ കൂടി നമുക്ക് വർക്ക് ചെയ്യുവാനായി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിൻഡോയെ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് വലുതാക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പ് CS3യിലെ പാലറ്റ്സിന്റെയും ഓപ്ഷന്റെയും ഈ അറേഞ്ച്മെന്റ് കൂടുതൽ സുഗമമായി വർക്ക് ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്നു. ഫോട്ടോഷോപ്പ് CS3യിൽ ഇനി പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെന്റ് ഓപ്ഷൻസിലുള്ള സൂമിഫൈ എന്ന ഓപ്ഷനെ കുറിച്ച് പഠിക്കാം. അതിനായി ആദ്യം നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യാം.